ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. സ്ലൈറ്റ് വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ ഉണ്ടായേക്കാം. എന്നിരുന്നാലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്പ് മൂവ്സ് കാണാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റിൽ നല്ല വൊളാറ്റിലിറ്റിയാണ്. ജപ്പാനിലെ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരുന്നു, എബോവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതേസമയം ചൈനീസ്, ഹോങ്കോങ്, സൗത്ത് കൊറിയ മാർക്കറ്റുകൾ ബെറ്ററാണ്. ജപ്പാനിലും സൗത്ത് കൊറിയയിലും ചൈനയിലെല്ലാം മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം മെമ്മറി സ്റ്റോക്കുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളെ എല്ലാ സ്റ്റോക്കുകളും താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്പിലെ UK ഇൻഡെക്സ് ഒഴികെ മറ്റെല്ലാ ഇൻഡെക്സുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ഇന്നലെ ഏഷ്യയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. മോർണിംഗിൽ ജപ്പാൻ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ഓപ്പൺ ചെയ്തിരുന്നത്. അതിന് ശേഷമുള്ള വൊളാറ്റിലിറ്റിയിൽ താഴെയാണ്. ഇനി കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, ബ്രന്റ് ക്രൂഡ് ഓയിൽ ഈ കമോഡിറ്റികൾ തന്നെയാണ് താരങ്ങൾ. ഇന്നലെയും ഇന്നും മോർണിംഗിലും ഈ കമോഡിറ്റികൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് $4,539 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സിൽവർ $68.9 പെർ ഔൺസിനാണ് സിൽവർ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറൗണ്ട് $50-55 ബെറ്റർ ആയിട്ടാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ അതേസമയം $93.9 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇറാൻ US ഇഷ്യൂ വീണ്ടും വഷളാവുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇത്തരത്തിൽ വീണ്ടും ഉയരാനായിട്ട് കാരണം. ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സ്ട്രെസ് വീണ്ടും പോസിറ്റീവാണ്. ഗോൾഡും സിൽവറും ഒരുപക്ഷെ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. മറ്റ് കമോഡിറ്റികളെക്കാളും ഫാസ്റ്റായിട്ട് ഒരുപക്ഷെ മുന്നേറിയേക്കാം. അതോടൊപ്പം കോപ്പർ അതുപോലെ തന്നെ സിങ്ക് ഈ 2 കമോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം അലുമിനിയം സ്ലൈറ്റ്ലി വീക്കാണ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഇന്ത്യൻ മാർക്കറ്റിലെത്തി നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് ഒക്കെ ഉണ്ട്. LNT കൺസോർഷ്യം, LNT മിത്സുബിഷിയും കൂടി ദുബായിലത്തെ പുതിയ എയർപോർട്ട് ഉണ്ട് അൽ മക്തോം എയർപോർട്ടിൽ നിന്ന് 5000 കോടി രൂപയ്ക്കുള്ള ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ LNT 11 ഓർഡേഴ്സാണ് ബാഗ് ചെയ്തിരിക്കുന്നത്. 1.4 ലക്ഷം കോടി രൂപയുടെ ഓർഡേഴ്സാണ് ബാഗ് ചെയ്തിരിക്കുന്നത്. LNTനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവാണ്. 9 ലക്ഷം കോടിയോട് അടുക്കാണ് LNTയുടെ ഓർഡർ ബുക്ക്. വളരെ പോസിറ്റീവാണ്. ഇന്ത്യ ബേസ്ഡ് ഈ MNC റിലേറ്റഡ് അല്ലെങ്കിൽ MNC എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി. അപ്പോൾ LNT ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറിയേക്കാം. ഇൻഡോ ബോറാക്സ് കെമിക്കൽസ് ലിമിറ്റഡ് ക്രോണോക്സ് സയൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനീനെ അക്വയർ ചെയ്യുകയാണ്. പോസിറ്റീവ് ന്യൂസാണ് 2 കമ്പനികളെ സംബന്ധിച്ചും. LG എക്യുപ്മെൻറ്റ് വായു എന്ന് പറയുന്ന പുതിയ മെയ്ഡ് ഇൻ ഇന്ത്യ കംപ്രസറി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി നെതർലൻഡിൽ 100% സബ്സിഡിയറി ആരംഭിച്ചിട്ടുണ്ട്. വേദാന്ത അലുമിനിയം 2 പുതിയ ഓട്ടോമോട്ടീവ് അലോയ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. റെയിൽ ടെൽ 164.79 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. കിംസ് ഹോസ്പിറ്റൽസ് ഹൈദരാബാദിലൊരു ഹോസ്പിറ്റലായിട്ട് എഗ്രിമെൻറ്റിലെത്തിയിട്ടുണ്ട്. ഭാവിയിൽ ഈ ഹോസ്പിറ്റലിന് അക്വയർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കിംസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ചമ്പൽ ഫെർട്ടിലൈസർ പുതിയ പ്ലാന്റിൽ നിന്ന് ഉള്ള പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സനാതൻ ടെക്സ്റ്റൈൽസ് എക്സ്പാൻഡഡ് ടെക്സ്റ്റൈൽ പാർക്ക് ഉണ്ടായിരുന്നു, ടെക്സ്റ്റൈൽ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ടെക്നിക്കൽ ടെക്സ്റ്റൈലിന് വേണ്ടിയുള്ള കപ്പാസിറ്റിയാണ് ആ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. സനാതൻ ടെക്സ്റ്റൈൽസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ നിന്ന് ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി IPOസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള ഷങ്കേഷ് ജുവല്ലേഴ്സ് 2.8 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. സൺഷൈൻ പിക്ചേഴ്സ്
105.81 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഡേ ക്ലോസ് ചെയ്യുമ്പോൾ ഗജ ഓൾട്ടർനേറ്റീവ് AMC 2.56 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ IPO ഉണ്ടായിരുന്നു, ടെംസെൻസ് ഇൻസ്ട്രുമെൻറ്റ്സ് ലിമിറ്റഡ്. ആദ്യത്തെ ദിവസം 5.95 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഹ്യൂജ് ഓവർ സബ്സ്ക്രിപ്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു IPO ആണ് ടെംസെൻസ് ഇൻസ്ട്രുമെൻറ്റ്സ്. 2 ദിവസം കൂടിയുണ്ട്. ഒപ്പം ഇന്നൊരു IPO ആരംഭിക്കുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ഗോൾഡ് ആൻഡ് സിൽവർ പ്ലാറ്റ്ഫോംസ് ബിസിനസ്സുകൾക്കും അതുപോലെ തന്നെ മറ്റ് കസ്റ്റമേഴ്സിന് നൽകുന്ന ഒരു കമ്പനിയാണ്. ഓഗ്മോണ്ട് എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ആണ്. 788 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്, 5 രൂപയാണ് ഫേസ് വാല്യൂ. നല്ല ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഇതൊക്കെയാണ് IPO റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ സ്പേസ് എക്സ് സ്റ്റാർലിങ്കിന് 30,000 ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് കൂടി, ഇന്ത്യ ബേസ്ഡ് ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് കൂടി ഡിപ്ലോയ് ചെയ്യാനുള്ള അനുമതി ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് തേടിയിട്ടുണ്ട്. ഡയറക്റ്റ് ടു ഡിവൈസ് കണക്ടിവിറ്റിക്ക് വേണ്ടിയാണ്. ഡയറക്റ്റ് ടു ഡിവൈസ് കണക്ടിവിറ്റിയാണ് ഇത്തരത്തിൽ ഇൻ്റർനെറ്റ് റിലേറ്റഡ് കണക്ടിവിറ്റിയിലെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ സാറ്റലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് മൊബൈലിലേക്കുള്ള ഇൻ്റർനെറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഡയറക്റ്റ് ടു ഡിവൈസ് കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ടു ഡിവൈസ് കണക്ടിവിറ്റിക്ക് യൂസ് ചെയ്യുന്നൊരു ചിപ്പിൻ്റെ പാറ്റൻ്റ് ഇരിക്കുന്നത് ഇന്ത്യയിലത്തെ തേജസ് നെറ്റ്വർക്കിൻ്റെ കയ്യിലാണ്. അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ടു ഡിവൈസ് കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള വലിയ ആക്ടിവിറ്റീസൊക്കെ ആരംഭിച്ചിട്ടുള്ളത് ടാറ്റയുടെ തന്നെ നെൽക്കോ ആണ്. റീസെൻ്റ് ആയിട്ടൊരു ടൈപ്പും വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സ്പേസ് എക്സിൻ്റെ ഓർഡർ അല്ലെങ്കിൽ റിക്വസ്റ്റ് ഗവൺമെൻറ് അംഗീകരിക്കുകയാണെങ്കിൽ മേജർ ബെനിഫിഷ്യറീസ് ആവാൻ പോകുന്നത് തേജസ് നെറ്റ്വർക്കും അതുപോലെ തന്നെ നെൽക്കോ ഒക്കെയാണ്. അപ്പോൾ ഈ 2 ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്കുകളും ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലത്തെ ആക്ടിവിറ്റീസ് കുറച്ച് കോഷൻ നൽകുന്ന ആക്ടിവിറ്റീസാണ്. കാരണം പാകിസ്ഥാനിലേക്ക് ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ വലിയ ആക്ടിവിറ്റീസാണ്, വലിയ ഫ്ലൈയിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് വന്നു പോകുന്നു. ഇത് തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ചൊരു കോസ് ഫോർ കൺസേൺ ആണ്. ഇത്തരത്തിൽ ന്യൂസുകളൊക്കെ ഒരു പക്ഷേ മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള ഒരു കോഷനൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. ഒപ്പം Q1 റിസൾട്ടുകൾ, നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. നല്ല IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് നല്ല IPOs വരുമ്പോൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.